സിസ്റ്റർ അഭയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിൽ കൃത്രിമം കാട്ടിയെന്ന കേസിൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരത്തെ ചീഫ് കെമിക്കൽ എക്സാമിനറുടെ ലബോറട്ടറിയിൽ നടത്തിയ സിസ്റ്റർ അഭയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനയിൽ കൃത്രിമം കാട്ടിയെന്ന കേസിലാണ് കോടതി ഇന്ന് വിധി പറയുന്നത്. അഭയുടെ ആന്തരികാവയവങ്ങളിൽ പുരുഷബീജം കണ്ടെത്തി എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പോസിറ്റീവ് എന്ന വാക്ക് ബ്ലേഡ് കൊണ്ട് ചുരുണ്ടി നെഗറ്റീവ് എന്നാക്കി മാറ്റിയെന്നാണ് കേസ്. കേസിലെ പ്രതികളായ ആർ ഗീത 2 ഇടത്തും എം ചിത്ര 6 ഇടത്തും കൃത്രിമം കാട്ടിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 1992 ഏപ്രിൽ 18 ഹൈദരാബാദ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടന്ന പരിശോധനയിലാണ് കൃത്രിമം നടന്നതായി കണ്ടെത്തിയത്. 2007 ഏപ്രിൽ 12 പ്രമുഖ ദിനപത്രത്തിൽ വന്ന വാർത്തയെ തുടർന്ന് അഭയ കേസ് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജോമോൻ പുത്തമ്പരയ്ക്കൽ തിരുവനന്തപുരത്തെ CJM കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്ന് കോടതി നേരിട്ട് കേസെടുക്കുകയായിരുന്നു. 7 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് കേസിൽ കോടതി ഇന്ന് വിധി പറയുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 313 വകുപ്പ് പ്രകാരം പ്രതികളുടെ മൊഴി കോടതി വീണ്ടും രേഖപ്പെടുത്തുകയും അതിന്മേൽ പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വാദം പൂർത്തിയാകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് കോടതി കേസിൽ വിധി പറയാൻ മാറ്റിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.